സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല. അത് സംഘടനാ വേദികളിൽ പറയും. കോർപ്പറേറ്റ് രംഗത്ത് നിന്ന് BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് BJPയെ കോർപ്പറേറ്റ് ശൈലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനെതിരെ അടക്കം പാർട്ടിക്കുള്ളിൽ ശക്തമായ വിമർശനം ഉയർത്താനാണ് വി മുരളീധര പക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി ടാലന്റ് ഹണ്ട് ശൈലി നടത്തിയതിനെ ഒരു കാലത്ത് പരിഹസിച്ചവരാണ് ഇപ്പോൾ ആ ശൈലിയെ വാരിപ്പുണരുന്നതും. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലായിരുന്നു യുവമോർച്ച മഹിളാ മോർച്ച സംസ്ഥാന ഭാരവാഹികളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ട് BJP നേതൃത്വം നടത്തിയത്. അഭിമുഖം നടത്തിയ ഇന്റർവ്യൂ പാനലിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും ശോഭാ സുരേന്ദ്രനുമായിരുന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ശ്യാംരാജ്, മനുപ്രസാദ് തുടങ്ങിയവരെല്ലാം അഭിമുഖത്തിൽ പ്രത്യേകം പങ്കെടുത്തു. മുൻകാലത്തെല്ലാം പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ ചർച്ചയിലൂടെയാണ് ഭാരവാഹികളെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ടാലന്റ് ഹണ്ട് ശൈലി സ്വീകരിക്കുമ്പോൾ പരിഗണിക്കുന്നവരുടെ പ്രവർത്തന രീതി, അക്കാദമിക് യോഗ്യത, കാഴ്ചപ്പാട് തുടങ്ങിയവയെല്ലാം മാനദണ്ഡമാകുന്നു. ബയോഡാറ്റയൊക്കെ തയ്യാറാക്കിയുള്ള ടാലന്റ് ഹണ്ടാണ് നടത്തിയത്. പ്രവർത്തകരിൽ നിന്ന് നേതൃത്വത്തെ കണ്ടെത്തുന്ന BJP ശൈലിക്ക് വിരുദ്ധമായ കോർപ്പറേറ്റ് രീതിയോട് RSSനും വി മുരളീധര പക്ഷത്തിനും കടുത്ത അമർഷമുണ്ട്. RSS അമർഷം മനസ്സിലാക്കിയാണ് കുമ്മനം രാജശേഖരനെ ടാലന്റ് ഹണ്ട് നടത്തുന്നവരുടെ നേതൃനിരയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ വി മുരളീധര പക്ഷത്തിന് സമ്പൂർണ്ണ അവഗണനയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ അതൃപ്തിയുടെ ഭാഗമായാണ് തൃശ്ശൂരിലെ നേതൃയോഗത്തിലേക്ക് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിക്കാതിരുന്നത്. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല. അത് സംഘടനാ വേദികളിൽ പറയും. സംഘടന മികവ് നോക്കാതെയുള്ള കോർപ്പറേറ്റ് പ്രവർത്തന ശൈലിക്കും ഒതുക്കലിനുമെതിരായ ശബ്ദം ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് ചേരുന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധര പക്ഷം ഉന്നയിക്കും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആഞ്ഞടിക്കാനാണ് ഗ്രൂപ്പിന്റെ തീരുമാനം. കാരണം PK കൃഷ്ണദാസ് പക്ഷം രാജീവ് ചന്ദ്രശേഖരനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ജില്ലാ ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ വി മുരളീധര പക്ഷത്തുള്ളവരെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെ വെട്ടിനിർത്തിയെന്ന രോഷം വി മുരളീധര പക്ഷത്തെ നേതാക്കൾക്കിടയിൽ ശക്തമാണ്. ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു ഗ്രൂപ്പായി മാറുകയോ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുകയോ ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് കേരള BJPയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ കേരള BJPയിലെ കലഹം മുൻപുള്ളതിനേക്കാൾ രൂക്ഷമാവുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.